ജന്മാഷ്ടമി നമ്മൾ എല്ലാ കാര്യങ്ങളും ചന്ദ്രരാശിയാണ് നോക്കുന്നെങ്കിലും കലണ്ടർ നമ്മൾ ഉണ്ടാക്കിയത് സൂര്യരാശി, അതാണ് മേടവിഷു ഒക്കെ വന്നേക്കുന്നത്, സൂര്യരാശി പ്രകാരമാണ്. അപ്പം നമ്മൾ സൂര്യരാശി പ്രകാരം കണക്കുകൾ നോക്കുമ്പം അഷ്ടമി തിഥിയും രോഹിണി നാളും ഒരുമിച്ച് വരണം. അതേസമയം ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ബലിയൊക്കെ നോക്കുന്നത് ചന്ദ്രഗണിത പ്രകാരമാണ്. എങ്ങനെയോ നമ്മുടെ ആണ്ടുവർഷവും പുതുവത്സരവും എല്ലാം സൂര്യരാശി പ്രകാരത്തിലാക്കി. അതേസമയം മറ്റു സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തന്നെ ചന്ദ്രഗണിത പ്രകാരമാണ് നോക്കുന്നത്. ഇതാണ് വ്യത്യാസം. അപ്പം ചന്ദ്രഗണിത പ്രകാരവും ഇത് തമ്മിൽ വ്യത്യാസം വരുമ്പോൾ നാടിക വിനാഴിക വ്യത്യാസങ്ങൾ ഒരുപാട് വരും. ഇത്രയേ ഉള്ളൂ, ചെറിയ ചെറിയ വ്യത്യാസം. എങ്ങനെയാണെങ്കിലും നമ്മൾ ഭഗവാന്റെ ജന്മം, ഇപ്പം ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഡേറ്റ് ഓഫ് നാളിനേക്കാൾ കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അതേസമയം നമ്മൾ പഴഞ്ചൻ ആൾക്കാർ എപ്പോഴും കൊടുക്കുന്നത് നാള് തന്നെയാണ്. അതെ, അപ്പം അതിനകത്ത് ഇത്രയേ ഉള്ളൂ വ്യത്യാസം. നമുക്ക് തുടങ്ങാം. സ്മിതമാതാജി ഹരേ കൃഷ്ണ എത്തിയല്ലോ. ഹരേ കൃഷ്ണ. സുധീർ പ്രഭു ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഹരേ കൃഷ്ണ. ഓക്കെ, ഇപ്പൊ നമ്മള് ഭഗവാൻ ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എപ്പോഴൊക്കെ ധർമ്മത്തിന് ച്യുതി ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം ഭഗവാൻ ഓരോരോ ദൗത്യത്തിനായിട്ട് അവതരിക്കും. ഇതിന്റെ ദൗത്യത്തിന്റെ എല്ലാം ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അവതാരങ്ങളുടെ എല്ലാം ഒബ്ജക്റ്റീവ് ഭക്തരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അസുരരെ കൊല്ലുക എന്നതിലുപരി തന്റെ ഭക്തജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ആ ഭക്തരെ സംരക്ഷിക്കാനായിട്ട് പരിപൂർണതമനായ ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് ഭൂമിയിലേക്ക് വരികയാണ്. അതാണ് അവതാരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവതാരിയായ കൃഷ്ണൻ നമ്മുടെ മുന്നിൽ അവതാരമായിട്ട് വരുന്നു. എത്ര രസകരമാണ്! അവതാരിയായ കൃഷ്ണൻ നമ്മുടെ മുന്നിൽ അവതാരമായിട്ട് വരുന്നു. അവിടെയും ഒരു മായക്കാഴ്ച നമുക്ക് തരുന്നുണ്ട്. അതാണ് ഭഗവാൻ. അപ്പൊ അങ്ങനെ ഭൂമിദേവിയോടുള്ള വാക്ക് അനുസരിച്ചിട്ട്, ഭൂമിദേവിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് വരുന്നത്. ഭൂമിദേവിയോടുള്ള വാക്ക് അനുസരിച്ചിട്ട് പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാൻ കൃത്യമായിട്ട് ഗർഗഭാഗവത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ പരിപൂർണതമൻ എന്ന് പറയുന്നത് അത് അവതാരമല്ലാത്തത് കൊണ്ടാണ് പരിപൂർണതമൻ എന്ന് പറയുന്നത്. പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാൻ വസുദേവന്റെ മനസ്സിൽ ആവേശിക്കുകയും വസുദേവന്റെ മനസ്സിൽ നിന്നും ഭഗവത് സ്വരൂപം ദേവകിയിലേക്ക് പകർന്നു. ദേവകി ഗർഭവതിയായി. തേജോവതിയായ ദേവകിയെ കണ്ട് കംസൻ ഭയപ്പെട്ടു. ശിശു ജനിച്ച ഉടനെ തന്നെ വിവരം അറിയിക്കണമെന്ന് കാവൽക്കാരെ ചട്ടം കെട്ടി കംസൻ സ്വന്തം രാജധാനിയിലെത്തി. തന്റെ അന്തകൻ ഉടനെ തന്നെ ജനിക്കുമെന്ന ഭീഷണി കംസനിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കംസൻ എപ്പോഴും നോക്കുന്നിടത്തെല്ലാം ശ്രീകൃഷ്ണ ഭഗവാനെ, അതായത് തന്റെ ശത്രു എവിടെയോ ഉള്ളതുപോലെയാണ് തോന്നുന്നത്. പിന്നെ ഭഗവാൻ അവതാരമെടുത്ത സമയത്ത് കാറ്റിനെല്ലാം വളരെ സുഗന്ധമായിരുന്നു. മേഘങ്ങൾ കൂടി ചെറിയൊരു മഴയൊക്കെ പെയ്ത് ഭദ്രമാസത്തിലെ കൃഷ്ണാഷ്ടമി ദിവസം രോഹിണി നക്ഷത്രത്തിൽ അർദ്ധരാത്രിയിൽ ചന്ദ്രോദയ സമയത്ത് ഗൗരീഗൃഹത്തിൽ ദേവകിയുടെ ഗർഭത്തിൽ നിന്നും അരണിയിൽ നിന്നും അഗ്നി കണക്കെ ഭഗവാൻ ശ്രീഹരി പരിപൂർണതമനായ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. റിപ്പീറ്റ് ചെയ്തോളൂ.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പൊ അതില് ശില്പമാതാജി ദശാവതാരം ഉണ്ടെങ്കിൽ എടുത്തു വെച്ചാൽ അതില് അയ്യോ ഞാൻ കാറിലാണ് പ്രഭു. ഓക്കെ ഓക്കെ. അവിടെ ഭഗവാനെ വസുദേവർ ദേവകി അമ്മയും കാണുന്നത് ബാലാർക്ക പ്രഭ ചിന്തുന്ന പൊൻകിരീടം, തരിവള കടകം, കൗസ്തുഭം, ശംഖചക്ര ഗദാപത്മങ്ങൾ വിലസുന്ന 4 തൃക്കൈകൾ എന്നിവയോടുകൂടി നീലമേഘശ്യാമളവർണ്ണനും പീതാംബരധാരിയുമായ ഭഗവാൻ ദേവകീ വസുദേവന്മാരുടെ ഗുരുഭാഗത്ത് വിളങ്ങി. പുത്രത്തേനെ അവതരിച്ച ഹരിയെ അത്ഭുതാധീനമായി നോക്കിക്കണ്ട വസുദേവൻ ലക്ഷം പശുക്കളെ ബ്രാഹ്മണർക്കായി മനസ്സുകൊണ്ട് ദാനം ചെയ്തു. കാര്യം മനസ്സുകൊണ്ട് ദാനം ചെയ്തത് കാരണം വസുദേവൻ എവിടെയാ? ജയിലിലാണ്. അപ്പോൾ നേരിട്ട് ദാനം ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ മനസ്സിൽ സങ്കല്പം എടുത്തു, പുറത്ത് വന്നിട്ട് അത് പരിപൂർണമാക്കുകയും ചെയ്തു. ശ്രീമദ് മഹാഭാഗവതത്തില് ദശമസ്കന്ധത്തില് 3-ാമത്തെ അധ്യായത്തില് 9-10 ശ്ലോകങ്ങള് ഈ ഭഗവാന്റെ അവതാരത്തെ കുറിച്ച് പറയുകയാണ്. ദശമസ്കന്ധത്തില് കുറിച്ച് വെച്ച് 3-ാമത്തെ അധ്യായത്തില് 9-10 ശ്ലോകമാണ്. സാധാരണഗതിയില് നമ്മുടെ നാട്ടിൽ ജന്മാഷ്ടമി ദിവസം, അഷ്ടമിരോഹിണി ദിവസം കഴിഞ്ഞിട്ട് രാവിലെ പൂജയ്ക്ക് ഭഗവാൻ അഭിഷേകമൊക്കെ ചെയ്തിട്ട് രാവിലെ ആണ് ക്ഷേത്രങ്ങളിൽ നിന്ന് ചൊല്ലും. തം അത്ഭുതം ബാലകം അംബുജേക്ഷണം. തം അത്ഭുതം, റിപ്പീറ്റ് ചെയ്തോളൂ. തം അത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖ ഗദ ആദി ഉദായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭി കൗസ്തുഭം പീതാംബരം സാന്ദ്ര പയോദസൗഭഗം മഹാർഹവൈഡൂര്യ കിരീടകുണ്ടലം ദിശാപരിഷക്ത സഹസ്രകുന്തളം ഉദ്ദാമകാഞ്ചി അംഗദ കങ്കണ ആദിഭീർ വിരോചമാനം വസുദേവ ഐക്ഷത. മാതാജി സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഹരിത്തിലോപ്പം ഹരേ കൃഷ്ണ, രാജീവ് പ്രഭു ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ ഞാൻ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വായിക്കാം. തം അത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദ ആദി ഉദായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭി കൗസ്തുഭം പീതാംബരം സാന്ദ്ര പയോദസൗഭഗം മഹാർഹവൈഡൂര്യ കിരീടകുണ്ടലം തിഷാപരിഷക്ത സഹസ്രകുന്തളം ഉദ്ദാമകാഞ്ചി അംഗദ കങ്കണാദിപേർ വിരോചമാനം വസുദേവ ഐക്ഷത. മെസ്സേജ് കണ്ടില്ലേ? തം അത്ഭുതം ബാലകം അംബുജേക്ഷണം. റിപ്പീറ്റ് ചെയ്യാം. തം അത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദ ആദി ഉദായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭി കൗസ്തുഭം പീതാംബരം സാന്ദ്ര പയോദസൗഭഗം
മഹാർഘവൈഡൂര്യ കിരീട കുണ്ടലം ദിശാ പരിഷക്ത സഹസ്രകുന്തളം ഉദ്ദാമ കാഞ്ചി അംഗത കങ്കണാധിപേർ വിരോചമാനം വസുദേവ ഐക്ഷത വസുദേവര് കണ്ട മനോഹരമായ രൂപം വർണ്ണിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും അതുപോലെ ആ രൂപത്തെ നമ്മൾ ആവാഹിച്ചെടുക്കണം. അതേ ഫലം നമ്മൾക്കും കിട്ടും. സ്മിതമാതാജി അതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞോളൂ. Translation by Srila Prabhupada. Jai Srila Prabhupada. Vasudeva then saw the newborn child who had very wonderful lotus-like eyes and who bore in his 4 hands the 4 weapons Shankha, Chakra, Gada and Padma. On his chest was the mark of Srivatsa and on his neck the brilliant Kaustuba gem. Dressed in yellow, his body blackish like a dense cloud, his scattered hair fully grown, and his helmet and earrings sparkling uncommonly with the valuable gem Vaidurya. The child, decorated with a brilliant belt, armlets, bangles, and other ornaments, appeared very wonderful. Hare Krishna. Hare Krishna. വസുദേവര് കണ്ട വളരെ വലിയ രൂപം. അത് ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണ്. കസ്തൂരി തിലകം ലലാടപടലേ വക്ഷസ്ഥലേ കൗസ്തുഭം. കസ്തൂരി തിലകം ലലാടപടലേ വക്ഷസ്ഥലേ കൗസ്തുഭം. നാസാഗ്രേ വരമൗക്തികം. മൂക്കില് മൂക്കൂത്തിയൊക്കെ ഉണ്ട്. നാസാഗ്രേ വരമൗക്തികം. കരതലേ വേണു കരേ കങ്കണം. കൈകളിലൊക്കെ നല്ല വളകൾ ഇഷ്ടം പോലുണ്ട്. സർവാംഗേ ഹരിചന്ദനം. ശരീരം മൊത്തവും ചന്ദനം കൂട്ട് പൂശിയിരിക്കുകയാണ്. സുലളിതം കണ്ടേജ മുക്താവലി. ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാല ചൂടാമണി. ഭഗവാൻ എപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി ഗോപികമാരൊത്താണ്. അപ്പൊ ഇവിടെ വസുദേവര് കാണുമ്പോഴും നല്ല ഇടതൂർന്ന ചുരുണ്ട നല്ല മുടികള്, നെഞ്ചില് കൗസ്തഭമണി, പിന്നെ ശംഖ്, ചക്ര, ഗദം, പത്മം എല്ലാം 4 തൃക്കൈകളിലും ഒരു ആയുധങ്ങൾക്കുമായിട്ട് വിളങ്ങി നിൽക്കുന്ന സൂര്യപ്രഭയേക്കാൾ വളരെ മനോഹരമായി നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് വസുദേവരും ദേവകി അമ്മയും കാണുന്നത്. അതിനുശേഷം ഭഗവാൻ പറയുന്നുണ്ട് വസുദേവരുടെ അടുത്ത്, എന്നെ അങ്ങ് നന്ദഗോപരുടെ അവിടെ കൊണ്ട് ആക്കുക. അവിടെ ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട്, അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഓക്കെ, അപ്പം ഇതാണ് ഭഗവാന്റെ ആ അവതാര സമയത്ത് വസുദേവര് കണ്ടത്. അത് നമ്മൾ വീണ്ടും ഇവിടെ ദർശിക്കുന്നു. ഇനി നമുക്ക് ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതനാമാവലിയിലോട്ട് പോകാം. അത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നമുക്ക് ദശാവതാരം ചൊല്ലാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. കിട്ടിയോ? ഓം കൃഷ്ണായ നമഃ. കിട്ടിയോ? ഇല്ലല്ലോ. കിട്ടിയല്ലേ? ഓം നമോ ഭഗവതേ വാസുദേവായ. 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 വസുദേവര് മനസ്സിൽ സങ്കല്പിച്ചതിന്റെ കൂട്ട് നമ്മളും പുഷ്പം
മനസ്സിൽ സങ്കല്പിക്കുക, ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അർപ്പിക്കുന്നതായിട്ട്. ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പുഷ്പം ഉണ്ടെങ്കിൽ പുഷ്പം സമർപ്പിക്കാം, അല്ലെങ്കിൽ ഒരിത്തിരി ധാന്യം എടുത്ത് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. ഓം കൃഷ്ണായ നമഃ. കൃഷ്ണായ നമഃ. ഓം കമലാനാഥായ നമഃ. ഓം വാസുദേവായ നമഃ. ഓം സനാതനായ നമഃ. ഓം വസുദേവാത്മജായ നമഃ. ഓം പുണ്യായ നമഃ. ഓം ലീലാമാനുഷ വിഗ്രഹായ നമഃ. ഓം ശ്രീവത്സ കൗസ്തഭധരായ നമഃ. ഓം യശോദാവത്സലായ നമഃ. ഓം ഹരയേ നമഃ. ഓം ദേവകീ നന്ദനായ നമഃ. ഓം ചതുർഭുജാർത്ത ചക്രാസിഗതാ നമഃ. ഓം ചതുർഭുജാസിഗദാ നമഃ. ഓം ശംഖാദ്യുതായുധായ നമഃ. ഓം ശംഖാദ്യുതായ നമഃ. ഓം ശ്രീശായ നമഃ. ഓം ശ്രീശായ നമഃ. ഓം നന്ദഗോപപ്രിയാത്മജായ നമഃ. ഓം നന്ദഗോപപ്രിയാത്മജായ നമഃ. ഓം യമുനാസ്വേഗസംഹാരിണേ നമഃ. ഓം യമുനാവേഗസംഹാരിണേ നമഃ. ഓം ബലഭദ്രപ്രിയാനുജായ നമഃ. ഓം ബലഭദ്രപ്രിയാനുജായ നമഃ. ഓം പൂതനാജീവിതഹരായ നമഃ. ഓം പൂതനാജീവിതഹരായ നമഃ. ഓം ശകടാസുരഭഞ്ജനായ നമഃ. ഓം ശകടാസുരഭഞ്ജനായ നമഃ. ഓം നന്ദവ്രജജനാനന്ദിനേ നമഃ. ഓം നന്ദവ്രജജനാനന്ദിനേ നമഃ. ഓം സച്ചിദാനന്ദ വിഗ്രഹായ നമഃ. ഓം സച്ചിദാനന്ദ വിഗ്രഹായ നമഃ. ഓം നവനീത വിൽപിതാംഗായ നമഃ. ഓം നവനീത വിൽപിതാംഗായ നമഃ. ഓം നവനീത നടായ നമഃ. ഓം നവനീത നടായ നമഃ. ഓം അനഘായ നമഃ. ഓം അനഘായ നമഃ. ഓം നവനീത നവാഹാരായ നമഃ. ഓം നവനീത നവാഹാരായ നമഃ. ഓം മുച്ചുകുന്ദ പ്രസാദകായ നമഃ. ഓം മുച്ചികുന്ദ പ്രസാദായ നമഃ. ഓം ഷോഡശസ്ത്രിസഹസ്രേശായ നമഃ. ഓം ഷോഡശസഹസ്രേശായ നമഃ. ഓം ത്രിഭംഗിനേ നമഃ. ഓം ത്രിഭംഗിനേ നമഃ. ഓം മധുരാഹൃതയേ നമഃ. ഓം
मधुराङ्कृतये नमः। ॐ शुगवागमृधान्थितवे नमः। ॐ शुगवागमृतान्तितवे नमः। ॐ गोविन्दाय नमः। ॐ गोविन्दाय नमः। ॐ योगिनां पतये नमः। ॐ योगिनां पदये ॐ वत्सवाडचराय नमः। ॐ वत्सचराय नमः। ॐ अनन्ताय नमः। ॐ अनन्ताय नमः। ॐ धेनुकासुरभञ्जनाय नमः। ॐ धेनुकासुरभजनाय नमः। ॐ तृणीकृततृणावर्ताय नमः। ॐ तृणीकृततृणावर्ताय नमः। ॐ यमलार्जुनभञ्जनाय नमः। ॐ यमलार्जुनभञ्जनाय नमः। ॐ उत्तालतालभेत्रे नमः। ॐ तालतालभेत्रे नमः। ॐ तमालश्यामलाकृतये नमः। ॐ तमालश्यामलाकृतये नमः। ॐ गोपगोपीश्वराय नमः। ॐ गोपगोपीश्वराय नमः। ॐ योगिने नमः। ॐ योगिने नमः। ॐ कोटिसूर्यसमप्रभाय नमः। ॐ कोटिसूर्यसमप्रभाय नमः। ॐ इलापतये नमः। ॐ इलापतये नमः। ॐ परं ज्योतिषे नमः। ॐ परं ज्योतिषे नमः। ॐ यादवेन्द्राय नमः। ॐ यादवेन्द्राय नमः। ॐ यदुद्वहाय नमः। ॐ यदुद्वहाय नमः। ॐ वनमालिने नमः। ॐ वनमालिने नमः। ॐ पीतवाससे नमः। ॐ पीतवाससे नमः। ॐ पारिजातापहारकाय नमः। ॐ पारिजातापहारकाय नमः। ॐ गोवर्धनचरोधार्त्रे नमः। ॐ गोवर्धनाचलोदर्त्रे नमः। ॐ गोपालाय नमः। ॐ गोपालाय नमः। ॐ स्वरपालकाय नमः। ॐ सर्वपालकाय नमः। ॐ अजाय नमः। अजाय नमः। ॐ निरञ्जनाय नमः। ॐ निरञ्जनाय नमः। ॐ कामजनकाय नमः। ॐ कामजनकाय नमः। ॐ कञ्जलोचनाय नमः। ॐ कञ्जलोचनाय नमः। ॐ मधुघ्ने नमः। ॐ मधुघ्ने नमः। ॐ मधुरानाथाय नमः। ॐ मधुरानाथाय नमः। ॐ द्वारकानायकाय नमः। ॐ द्वारकानायकाय नमः। ॐ बलिने नमः। ॐ बलिने नमः। ॐ वृन्दावनान्तसञ्चारिणे नमः। ॐ वृन्दावनाथसञ्चारिणे नमः। ॐ तुलसीभामधुष्भूषणाय नमः। ॐ तुलसीदामभूषणाय नमः। ॐ शमन्तकमनोहर्त्रे नमः। ॐ समन्तकमणिहर्त्रे नमः। ॐ नरनारायणात्मकाय नमः।
ഓം നരനാരായണായ നമഃ. ഓം കുബ്ജ കൃഷ്ണാംബരധരായ നമഃ. ഓം കുബ്ജ കൃഷ്ണാംബരായ നമഃ. ഓം മായിനേ നമഃ. ഓം മായിനേ നമഃ. ഓം പരമപുരുഷായ നമഃ. ഓം പരമപുരുഷായ നമഃ. ഓം മുഷ്ടികാസുരചാണൂരമല്ലയുദ്ധ വിശാരദായ നമഃ. ഓം മൂഷികാസുരചാണൂരമല്ലയുദ്ധവിശാരദായ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ. നമാവും വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനി ദിനാമിനി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശപാലിനി. നമോ മഹാവതന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാംനേ ഗൗരദിശേ നമഃ. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗത് ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇവിടെ ഭഗവാന്റെ അവതാര വിശേഷം വായിച്ചു. ഭഗവാനെ അതേപോലെ തന്നെ നമ്മൾ കണ്ടു. പിന്നെ ഭഗവാന്റെ ലീലകൾക്കനുസരിച്ചിട്ടുള്ള ഭഗവാന്റെ 108 പേരുകള് നമ്മൾ ഉച്ചരിച്ചു. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപ്യച്ച കൃപാ സിന്ധൂപ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. സ്നിഗ്ധ ഹരേ കൃഷ്ണ. അവ 8 മണിയായി. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ ഉണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അല്ലേ സുമാജി? അല്ലേ? എങ്ങനല്ലേ? ഒന്നുമില്ല പ്രഭു. എന്തായാലും